സുഹൃത്തുക്കളൊക്കെ തന്നെ കാണിക്കുന്നത് അലങ്കാഴ്സ് ഇപ്പോൾ കാർക്കുറ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ഓരോ അലങ്കാഴ്സും ഓരോ സോൾ റിപ്പേഴ്സിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലങ്കാഴ്സും അതുപോലെ സോൾ റിപ്പേഴ്സും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. റോക്കി ആണെങ്കിൽ അവളുടെ അടുത്ത് വന്ന അലങ്കാരനെ സിമ്പിൾ ആയിട്ട് തന്നെ തോപ്പിക്കുന്നു. ഈ സമയത്ത് തന്നെ അവരുടെ അടുത്തേക്ക് അലങ്കാഴ്സിനെയൊക്കെ ലീഡറായിട്ടുള്ള ഗ്രിംചോ എന്ന് പറഞ്ഞ ഒരു അലങ്കാർ അവരുടെ അടുത്തേക്ക് വരികയാണ്. ആ അലങ്കാരാണെങ്കിൽ നമ്മുടെ ഇച്ചിഗോനെ വെല്ലുവിളിക്കുകയാണ്. അത് മാത്രമല്ല ഇച്ചിഗോനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആ അലങ്കാർ വന്നിരിക്കുന്നത്. അലങ്കാരുടെ സ്പിരിച്വൽ എനർജി നമ്മുടെ ഇച്ചിഗോയും അതുപോലെ സെൻസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു വലിയ മോൺസ്റ്ററിനെ പോലെ തന്നെയാണ് അവന്റെ സ്പിരിച്വൽ എനർജിയും. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഡേഞ്ചർ ആണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇക്കാക്കുവിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അലങ്കാരനെയാണ്. സോ നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ ആ അലങ്കാരനെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ആ അലങ്കാരാണെങ്കിൽ പ്രത്യേകിച്ച് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇക്കാക്കു ആണെങ്കിൽ സംഭവത്തും ഒക്കെ റെഡിയാക്കിയിട്ട് അലങ്കാരനെ നോക്കി ഒരു ചിരിച്ചിട്ട് ആ അലങ്കാരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ഇക്കാക്കുവിന് ആ അലങ്കാരമായിട്ട് അത്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒന്നും സാധിക്കുന്നില്ല. ഇക്കാക്കു നല്ല രീതിയിൽ തന്നെ അലങ്കാരനെ തന്റെ സംഭവത്ത് യൂസ് ചെയ്ത് വെട്ടുന്നുണ്ടെങ്കിലും ആ അലങ്കാരനൊന്നും പറ്റുന്നില്ല. ഈ കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ ഇക്കാക്കുവിന് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാലും ഇക്കാക്കു തന്റെ പ്രതീക്ഷയൊന്നും വിടാതെ ഇക്കാക്കു വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. അലങ്കാരസിനൊക്കെ ഓരോ ചുമ്മാ ഓരോ പേര് റെഡ് കളറിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ റെഡി എന്ന് വിളിക്കാം. നമ്മുടെ റെഡി ആണെങ്കിൽ ഇക്കാക്കുവിനോട് പറയുകയാണ് അലങ്കാരസിന്റെ സ്കിൻ വളരെയധികം സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നിന്നെ പോലുള്ള സോൾ റിപ്പേഴ്സിനൊന്നും അത് പ്രത്യേകിച്ച് മുറിക്കാൻ വേണ്ടി സാധിക്കും. ഇത് കേട്ട നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ റെഡിനെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് തന്റെ പ്രതീക്ഷയൊന്നും വിട്ടുകളയാതെ നേരെ നമ്മുടെ ഇക്കാക്കു ആ റെഡിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചാടി ചെല്ലുകയാണ്. ഇക്കാക്കുവിന്റെ അറ്റാക്ക് ഒരുപാട് സ്ട്രോങ് ആണെന്ന് നമ്മുടെ റെഡിക്ക് മനസ്സിലാകുകയാണ്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് അവരുടെ ഇടയിൽ നടക്കുന്നത്. ഇക്കാക്കുവിന് ഇപ്പൊ അവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടാണെങ്കിൽ വളരെയധികം ഞെട്ടി നിൽക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് നമ്മുടെ ചീക്ക കടന്നു വരുന്നത്. സോ ചീക്ക കടന്നു വരുന്നത് കണ്ടുകൊണ്ട് ഇക്കാക്കുവിന് മനസ്സിലാകുകയാണ് നമ്മുടെ ചീക്കയും ഇക്കാക്കുവിന്റെ ഒരു ഫ്രണ്ട് ആണെന്ന്. സോ നമ്മുടെ കീഗോ ആണെങ്കിൽ ചീക്കനോട് ചോദിക്കുന്നു, നിന്റെ സുഹൃത്തല്ലേ ഇപ്പൊ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചീക, എന്നിട്ടും നീ എന്താ അവനെ ഹെൽപ്പ് ചെയ്യാത്തെ എന്ന് നമ്മുടെ കീഗോ ചോദിക്കുന്നു. സോ ഇത് കേട്ട നമ്മുടെ ചീഗോ പറയുകയാണ്, ഇക്കാക്കു ഒരു ട്രൂ വാരിയർ ആണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും അതിനെ തീർക്കാൻ വേണ്ടി സാധിക്കും, അതെനിക്ക് ഉറപ്പാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കീഗോക്ക് ഇക്കാക്കുവിന്റെ നേരെ ഒരു വിശ്വാസം വരികയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ റെഡ്ഡിയുടെയും അതുപോലെ ഇക്കാക്കുവിന്റെ അടുത്ത് ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കുകയാണ്. റെഡ്ഡി വളരെയധികം പവർഫുൾ ആണ്, അതുമാത്രമല്ല ഇക്കാക്കും വളരെയധികം പവർഫുൾ ആണ്. സോ പെട്ടെന്ന് തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് റെഡ്ഡിയുടെ മുഖത്തൊരു വലിയ മുറിവ് തന്നെ നമ്മുടെ ഇക്കാക്കു ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അത് സാധിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇക്കാക്കു വളരെയധികം സന്തോഷത്തിൽ വീണ്ടും ഫൈറ്റിന് വേണ്ടി റെഡി ആകുകയാണ്. ഇതേ സമയത്ത് തന്നെ വളരെയധികം ദേഷ്യം വന്ന് നമ്മുടെ റെഡ്ഡി ആണെങ്കിൽ അവന്റെ സംബത്തുവിന്റെ ഷീക്കായി റിലീസ് ചെയ്യുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ അവിടെ വളരെയധികം വലിയൊരു സ്പിരിച്വൽ എനർജി തന്നെ റിലീസ് ആകുകയാണ്. നമ്മുടെ റെഡ്ഡിനെ കണ്ട് ബാക്കിയുള്ള സോൾ റിപ്പേഴ്സും അതുപോലെ നമ്മുടെ ഇക്കാക്കു ഞെട്ടുകയാണ്. കാരണം അവന്റെ ഷീക്കായി റിലീസ് ചെയ്യുന്ന സമയത്ത് പവർ മാത്രമല്ല കൂടിയത്, അവന്റെ ഓവറോൾ ബോഡി തന്നെ ചേഞ്ച് ആവുകയാണ്. നിങ്ങളുടെ ഷീക്കായും അതുപോലെ തന്നെ നിങ്ങളുടെ ഷീക്കായും തമ്മിൽ ഒരുപാടധികം വ്യത്യാസമുണ്ട് എന്ന് നമ്മുടെ ഇക്കാക്കുവിനോട് നമ്മുടെ റെഡ്ഡി വളരെയധികം ദേഷ്യത്തോട് പറയുകയാണ്. ഇത്ര നന്നായിട്ട് ഫൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അലങ്കാഴ്സിന്റെ ശരിക്കുള്ള ഫോം ഇത്രയധികമാണ് പവർഫുൾ. ഹ്യൂമൻ ഫോമിലാവുന്ന സമയത്ത് ഞാൻ എന്റെ സംബത്തും പവർ മുഴുവനും സീൽ ചെയ്ത് കാണുമ്പോഴും അവൻ പറയുന്നത് കേട്ടവരും നമ്മുടെ ഇക്കാക്കുവിന് ഒരുപാടധികം ദേഷ്യം വരുന്നു. സോ അത് മാത്രമല്ല നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ ഇവൻ ഒരുപാടധികം പവർഫുൾ ആയെന്ന് നമ്മുടെ ഇക്കാക്കുവിന് മനസ്സിലാക്കി കാണിക്കുന്നത് നമ്മുടെ ഗ്രിംചോനെയാണ്. സോ നമ്മുടെ റൂക്കിന്റെ വൈറ്റത്ത് കൈ ഇടുകയാണ് നമ്മുടെ ഗ്രിംചോ. നമ്മുടെ റൂക്കിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ റൂക്കിയെ കടലാസ് കളയുന്നത് പോലെ എടുത്ത് ഒറ്റ എറിയുകയാണ്. സോ ഇതെല്ലാം നമ്മുടെ ഇച്ചിക്കോ കാണുന്നുണ്ട്. സോ നമ്മുടെ ഇച്ചിക്കോയ്ക്ക് ഒരുപാടധികം ദേഷ്യവും വിഷമവും ഒന്നിച്ച് തന്നെ അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചാടി മറിഞ്ഞ് ഇച്ചിക്കോ വരികയാണ്. കാണിക്കുന്നത് വളരെയധികം ദേഷ്യത്തോടെ നിൽക്കുന്ന നമ്മുടെ റെഡ്ഡിയാണ്. അവന്റെ സംസാരം എല്ലാം നിർത്തിയിട്ട് നമ്മുടെ ഇക്കാക്കുവിനോട് ഫൈറ്റ് ചെയ്യുകയാണ്. റെഡ്ഡി ഇപ്പൊ ട്രൂ ഫോമിൽ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ ഒരുപാടധികം പവർഫുൾ ആണ്. സോ അവനൊരു അറ്റാക്ക് തന്നെയാണ്. അവന്റെ ഒറ്റ അറ്റാക്കിൽ തന്നെ സിറ്റിയിലുള്ള ഒരുപാടധികം ബിൽഡിംഗ് അങ്ങ് ഇല്ലാതായി പോവുകയാണ്. കണ്ട് പേടിയും അതുപോലെ തന്നെ ദേഷ്യവും നമ്മുടെ ചീക്കായിക്ക് വരികയാണ്. സോ ഇതേ സമയത്ത് തന്നെ അവനെ സോൾ സൊസൈറ്റിയിൽ കോണ്ടാക്ട് ചെയ്യുകയാണ്. അലങ്കാഴ്സൊക്കെ വളരെയധികം സ്ട്രോങ് ആണ്. കാർക്കുറ സിറ്റിനെ തന്നെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്ന അലങ്കാഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഏരിയ മുഴുവനായിട്ടും തന്നെ സീൽ ചെയ്യണം. അത് മാത്രമല്ല ഇക്കാക്കു പെട്ടിയിൽ കയറാറായിട്ടുണ്ട്. സമയത്ത് തന്നെ ഒരു സൈക്കോനെ പോലെ വളരെയധികം ദേഷ്യത്തോടെ സന്തോഷത്തോടെ അറ്റാക്കിൽ നിന്നൊക്കെ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ സംബത്തുവിന്റെ ഷീക്കായി റിലീസ് ചെയ്തിട്ട് റെഡ്ഡിയോട് ഫൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ വളരെയധികം സ്റ്റൈലായിട്ട് തന്നെ നമ്മുടെ റെഡ്ഡിയോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ റെഡ്ഡി ആരാ മോനാണെന്ന് ഞാൻ പറയണ്ടായല്ലോ. അവൻ ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ അവന്റെ ഒരു അറ്റാക്കിൽ കാക്കുവിന്റെ പകുതി കിളിയും പോവുകയാണ്. എന്നാലും പ്രതീക്ഷ വിടാതെ നമ്മുടെ ഇക്കാക്കു അവന്റെ ഫുൾ പവർ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇക്കാക്കുവിന്റെ ശരീരത്ത് ഇപ്പോൾ ഒരുപാടധികം മുറിവുകളുണ്ട്.
പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ ഇക്കാക്കു പറഞ്ഞിട്ട് ഒരു സൈക്കോനെ പോലെ അവന്റെ സമ്പത്തിന്റെ സെക്കൻഡ് ഫോം പുറത്തെടുക്കുകയാണ്. ഇക്കാക്കു ഇപ്പൊ ഒരുപാടധികം പവർഫുൾ ആയിട്ടുണ്ട്. സ്ക്വാഡിലുള്ള ആൾക്കാർ ഫിസിക്കൽ പവർ യൂസ് ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ അവന്റെ സമ്പത്തുവിന്റെ ബൺകായ് ഫോം റിലീസ് ചെയ്യുന്നു. നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ടാണ് ഈ കാര്യം ചെയ്യാൻ വേണ്ടി പറ്റിയത്. നമ്മുടെ റെഡിയോടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇക്കാക്കു ഇപ്പൊ ഫുൾ പവർ എടുത്തിരിക്കുന്നു. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ റെഡിക്ക് തന്നെ ചെറുതായിട്ട് പേടി വരുന്നു. കാരണം ഇപ്പൊ ഇക്കാക്കു വളരെയധികം പവർഫുൾ ആയിരിക്കുന്നു. നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ തന്റെ സമ്പത്തും എടുത്ത് ഒരു സൈക്കോനെ പോലെ റെഡിയോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചാടുകയാണ്. സോ ഇവർ തമ്മിൽ നടക്കുന്ന ഒരു വലിയ യുദ്ധം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ തന്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് റെഡിയുടെ കൈ തന്നെ മുറിച്ച് കളയുന്നു. സോ നമ്മുടെ റെഡിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇക്കാക്കുവിന്റെ പവർ ഓരോ സെക്കൻഡ് കഴിയാന്നെടുത്തും കൂടി വരികയാണ്. ഇക്കാക്കു പറയുകയാണ്, എന്റെ ബൻകായ് കുറച്ച് സ്പെഷ്യലാണ്. ബൻകായ് എന്റെ സ്ട്രെങ്ത് കളയാതിരിക്കാനാണ് നോക്കുന്നത്. സ്ട്രെങ്ത് മുഴുവനായിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഒരു വലിയ അറ്റാക്ക് തന്നെയാണ് ഞാൻ നടത്തുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റെഡിക്ക് മനസ്സിലാകുകയാണ് നമ്മുടെ ഇക്കാക്കു പറയുന്നത് ഒരു ബാറ്ററി പോലെയാണ്. സോ അത് ചാർജ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. സോ ആ സമയം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റെഡി വളരെയധികം ദേഷ്യത്തോടെ അവന്റെ ഫുൾ പവർ എടുത്തിട്ട് നമ്മുടെ ഇക്കാക്കുവിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകുന്നു. ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 5 അതിലെ 118ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. മാജിക് ക്യൂബിന്റെയും അതുപോലെ തന്നെ സോർഡ് ഓഫ് ദ ഡീമൺ ഹണ്ടറിന്റെ എപ്പിസോഡ്സ് ആണ്. സോ അത് ഞാൻ ഇടുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ വിൻ ബ്രേക്കറിൻ്റെ ഒരു എപ്പിസോഡും കൂടെ വരാനുണ്ട്. സോ അതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് വീഡിയോയുടെ എണ്ണം ഉറപ്പായിട്ടും കുറച്ചേ പറ്റത്തുള്ളൂ. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താണ് ഓരോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സോ അന്നേരം നിങ്ങൾ അതിൻ്റെ സപ്പോർട്ട് വളരെയധികം നല്ല രീതിയിൽ തന്നെ കുറയ്ക്കുകയാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടുന്നില്ല, എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം 2 വീഡിയോ ഒക്കെ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ട് തരിക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം. സോ നമ്മുടെ ചാനൽ റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സ് എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5K ഒന്നും വേണ്ട, എനിക്ക് 10K മതി. സോ നമുക്ക് നേരെ 10Kയിലേക്ക് കടക്കാം. നമ്മുടെ ചാനൽ റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. നടക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സ്, ആനിമി ഗ്രൂപ്പ്, സോ അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ ചാനൽ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ആനിമി എക്സ്പ്ലനേഷൻ ചാനലാണെന്ന് നിങ്ങൾ മറക്കരുത്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മുടെ ചാനൽ അണ്ടർ റേറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഓവർ റേറ്റഡ് ആക്കി തരിക. നിങ്ങളോട് നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.